ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ 40-അംഗ ടീമും ഈ ഷിരൂരിലെ ഈ ദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞോ? ഗൂഗിൾ സൈന്യത്തിന്റെ 40-അംഗ ടീമും ഇപ്പോൾ ഷിരൂരിലെ ദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഏറെ ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന ആ തെരച്ചിലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ആദ്യം മേജർ ഇവിടേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ തുടർന്നിരുന്നത്, ഇനി എന്താണ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ ഈ ഷിരൂരിലെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി ആർമി സംഘം പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ 40-അംഗ സംഘം ഇവിടേക്ക് എത്തിയത്. അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് ആ സംഭവ സ്ഥലത്തേക്ക്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്ററോളം മാത്രമാണ് ആ സംഭവ സ്ഥലത്തേക്ക്, അപകടം നടന്ന സ്ഥലത്തേക്ക് ദൂരമുള്ളത്. അവിടേക്ക് ആർമി സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഈ ടെറൈൻ ഒന്ന് നമുക്ക് കാണാൻ കഴിയും. ഗൂഗിൾ, ഈ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഈ ചെങ്കുത്തായ പ്രദേശമാണ്, അപകടം നടന്ന സ്ഥലമൊക്കെ ചെങ്കുത്തായ പ്രദേശമാണ്. അവിടെ ഈ വനത്തിൽ നിന്ന് നല്ല മണ്ണൊലിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ വെള്ളം കുത്തനെ ഒഴുകുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഇതുപോലുള്ള ബലഗാവിയിൽ നിന്നുള്ള 40-അംഗ ആർമി സംഘത്തിന്റെ ട്രക്കുകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരിപ്പോൾ ആ രക്ഷാ ദൗത്യ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തേക്ക് തന്നെ അവരുടെ മുഴുവൻ ടീമും എത്തിയിരിക്കുന്നു. ആദ്യം ക്യാപ്റ്റനായിരുന്നു എത്തിയിരുന്നത്. ക്യാപ്റ്റൻ അവിടെ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിവിധ സേനാ വിഭാഗങ്ങളുണ്ട്. SDRF ഉണ്ട്, NDRF ഉണ്ട്, കർണാടക ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെയുണ്ട്. ഇവരോടും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ആർമി ക്യാപ്റ്റൻ. അതിനുശേഷം ഇനി ആർമിയുടെ പ്ലാൻ എന്നത് അല്പസമയത്തിനകം അവർ നിശ്ചയിക്കും. അതിനുശേഷമായിരിക്കും ഈ ടീം ആക്ഷനിലേക്ക് കടക്കുക. ഏതായാലും ഈ ദൃശ്യങ്ങൾ ആർമിയുടെ 40-അംഗ സംഘം, ബലഗാവിയിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള സംഘം അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ആ 40-അംഗ ടീം രാവിലെ എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവരിപ്പോഴാണ് പിന്നിടുമ്പോഴാണ് ഈ ആർമി ടീം അവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ കുടുംബം, പ്രത്യേകിച്ച് അർജുൻ്റെ സഹോദരി അഞ്ജു ഒക്കെ ആവശ്യപ്പെടുന്നത് ഈ വലിയ തോതിൽ മണ്ണുണ്ട്, അപ്പോൾ അത് നീക്കണം എന്നത് ശ്രമകരമായ ജോലിയാണ് എന്നത് അവരും ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിന് ശേഷിയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ, അതെന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഏതായാലും ഇപ്പോൾ അതിനൊരു ഉത്തരമായിരിക്കുന്നു. ആർമി അവിടേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അർജുൻ്റെ ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ. ഇതുവരെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലഭിച്ച സൂചനകൾ ഒന്നും തന്നെ ലോറി കണ്ടെത്താനാവുന്നില്ല എന്നത് ഒരു പ്രതിസന്ധിയായി, ഒരു വെല്ലുവിളിയായി, ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൺകൂനയ്ക്കുള്ളിലേക്ക് ഏത് തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കാണ് ആർമി തയ്യാറെടുക്കുക എന്നതും ആകാംക്ഷയാണ്. മണ്ണ് നീക്കമാണോ, അതല്ല മറ്റേതെങ്കിലും ടണലോ പൈപ്പോ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളെ പുറത്തെത്തിക്കുക, അല്ലെങ്കിൽ വാഹനത്തിലേക്ക് നേരിട്ടെത്തുക എന്നത് തരത്തിലുള്ള മുൻപ് പല ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെ തുരങ്കത്തിലെ അപകടമൊക്കെ ഉണ്ടായപ്പോൾ ആർമി സ്വീകരിച്ച പല മാതൃകകളുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇവിടെ ഷിരൂരിൽ അവർ എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ അവലംബിക്കാൻ പോകുന്ന മാർഗം, ആക്ഷൻ പ്ലാൻ എന്നതും കണ്ടറിയണം. അതിലേക്കുള്ള പ്രാരംഭ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഇതേ സമയം തന്നെ ഒരു വശത്ത് നേവി ടീം, മുങ്ങൽ വിദഗ്ധർ, ഡിങ്കി ബോട്ടുകളിൽ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ നദിയിൽ വലിയ തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം നദിയിലേക്ക് വലിയ തോതിൽ ഒരു കുന്നിൻ്റെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞ് നദിയിലും പോയിട്ടുണ്ട്. ഈ റോഡിലേക്ക് വീണതുപോലെ തന്നെ വലിയ മൺകൂന, അല്ലെങ്കിൽ ഒരു കുന്ന് കണക്ക് തന്നെ മണ്ണ് ഈ നദിയിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ കൂടി ഒരു സംശയം ബലപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം ഇന്നലെ മെറ്റൽ ഡിറ്റക്ടറിൽ സൂചന ലഭിച്ച സ്ഥലങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് എത്താൻ ഇപ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനമുള്ള ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ സൂചനകളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് നദിയിലെ പരിശോധന കുറച്ചുകൂടി ഊർജിതമാക്കാൻ, അല്ലെങ്കിൽ നദിയിൽ ഇനിയും ഒരു അരിച്ചു പറക്കലിൻ്റെ ആവശ്യമുണ്ട് എന്നൊരു തോന്നലിലേക്ക് ഈ രക്ഷാദൗത്യ സംഘത്തെ നയിച്ചത്. ഏതായാലും ആർമി എത്തുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്. ഇതുവരെ പല ഘട്ടങ്ങളിൽ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, 2 ദിവസം, മൊത്തം 6 ദിവസമായി അർജുനെ കാണാതായെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിലുണ്ടാകുന്നത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നിഷ്ക്രിയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ആ കുടുംബത്തിൻ്റെ സങ്കടവും നമ്മുടെ എല്ലാവരുടെയും വേദനിപ്പിക്കുന്നതാണ്. മനുഷ്യസാധ്യമായ പല സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നതാണ്ട് 4 ദിവസം കഴിഞ്ഞ ശേഷമാണ്. പക്ഷേ ഇനിയെങ്കിലും അതിൽ ഒരു അമാന്തമുണ്ടാവാതെ മുന്നോട്ട് പോകും എന്നതാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ആർമി എത്തുമ്പോൾ അവർക്ക് ഇതിനു മുമ്പ്
പലയിടങ്ങളിൽ രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെ വിജയമാതൃകകളുടെയൊക്കെ അനുഭവ സമ്പത്തുണ്ട്. അതിൽ നിന്ന് അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും അവരുടെ തെരച്ചിൽ രീതിയുമൊക്കെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാം. ഒരുപക്ഷെ അവർ ഈ വലിയ ശ്രമകരമായ ഇത്രയും വലിയ മൺകൂനയ്ക്കിടയിൽ ഒരു അർജുൻ്റെ ലോറിയും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് കരുതപ്പെടുന്നത്. അവരിലേക്ക് എങ്ങനെ എത്തുമെന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആർമി ടീം ഈ രക്ഷാദൗത്യ മേഖലയിലേക്ക് എത്തുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ സംഘത്തിനെ പ്രതീക്ഷിച്ചാണ്, പക്ഷേ ഇത്ര മണിക്കൂറുകൾ വൈകി ഈ ആർമി ടീം എത്തുമ്പോൾ തന്നെയും വൈകുന്നു. ഏതായാലും ആർമി സംഘത്തിൻ്റെ രക്ഷാദൗത്യത്തിലേക്ക് അവർ ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രക്ഷാദൗത്യത്തിലെ ദൃശ്യങ്ങളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.